പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പുതിയ ഒരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് +1 അക്കൗണ്ടൻസിയിലെ 10ാമത്തെ ചാപ്റ്ററാണ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് സെക്കൻഡ് എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഇതുവരെയായിട്ടും HSSTIMES എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനകത്ത് നോട്ടിഫിക്കേഷൻസ് ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മെസ്സേജ് കൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ 9th ചാപ്റ്ററിനകത്ത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫസ്റ്റ് എന്ന ചാപ്റ്ററിനകത്ത് വി ഹാവ് ഓൾറെഡി ലേൺഡ് ഹൗ ടു പ്രിപ്പയർ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ക്ലിയർ? And in that chapter, we are discussing normal preparation. We are not at all considering so many adjustments. And in that chapter, you learned how to prepare the financial statements if trial balance is given. And outside the trial balance, one more item is given. Its name is, what is the name of item given outside the trial balance? Yes, it's closing stock. ട്രയൽ ബാലൻസ് തന്നിട്ട് എങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാമെന്ന് പഠിച്ചു. അതിൻ്റെ പുറത്തൊരു ഐറ്റം ഉണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്നൊരു ഐറ്റം. ഔട്ട്സൈഡാണ് എപ്പോഴും തരുന്നത്. അപ്പോൾ ആ പുറത്ത് ട്രയൽ ബാലൻസിൻ്റെ പുറത്ത് തരുന്ന ഐറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് എന്ന്. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ക്ലോസിംഗ് സ്റ്റോക്കിനെ ചെയ്തത്? കഴിഞ്ഞ ചാപ്റ്ററിൽ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്തത്? അതിന് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലെടുത്തു. കൂടാതെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്കിനെ കൺസിഡർ ചെയ്തു. അപ്പോൾ ട്രയൽ ബാലൻസിൻ്റെ പുറത്ത് ഒരു ഐറ്റം തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഐറ്റങ്ങളെ രണ്ട് സ്ഥലത്ത് നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. കാരണം ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജേണലിലും ലെഡ്ജറിലും ഇൻക്ലൂഡ് ചെയ്യാത്ത, അതായത് ഒരു അക്കൗണ്ടിങ് ഇയർ കഴിഞ്ഞതിന് ശേഷം പെൻഡിങ് ഉള്ള ഐറ്റംസ് ആണ്, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആവശ്യമുള്ള ഐറ്റംസ് ആണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ്. അപ്പോൾ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ? എ പെർട്ടിക്കുലർ ട്രാൻസാക്ഷൻ മസ്റ്റ് ബി റെക്കോർഡഡ് ഇൻ 2 പ്ലേസസ്. ഡെബിറ്റ് ആസ്പെക്ട് ഉണ്ടാവും, ക്രെഡിറ്റ് ആസ്പെക്ട് ഉണ്ടാവും. ഇതൊക്കെയാണ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ഐറ്റങ്ങളെ രണ്ട് സ്ഥലത്ത് റെക്കോർഡ് ചെയ്യണം. അതിൽ ഓൾറെഡി നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് പഠിച്ചു കഴിഞ്ഞു. അതുകൂടാതെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടാതെ ഒരു 5 ഐറ്റങ്ങൾ കൂടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്ലിയർ? അപ്പം പ്രധാനമായിട്ട് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 6 പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെന്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്, രണ്ടാമത്തേത് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ആണ്, മൂന്നാമത്തേത് പ്രീപെയ്ഡ് എക്സ്പെൻസ്, നാലാമത്തേത് അക്രൂഡ് ഇൻകം, 5th വൺ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, 6th വൺ ഡിപ്രീസിയേഷൻ. ഇതിനകത്ത് ഓരോ കാര്യങ്ങളുടെ മീനിങ്ങും അതുപോലെ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്ക് ക്ലാസ്സിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം. While preparing final accounts, at the end of every accounting period, all expenses and income should be taken into consideration. എന്താണ് while preparing final accounts എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ while preparing trading account, profit and loss account and balance sheet, at the end of every year, all expenses and income should be taken into consideration. ആ വർഷത്തെ എല്ലാ വരുമാനവും എല്ലാ ചിലവുകളും നമ്മൾ കൺസിഡർ ചെയ്യണം. At the end of accounting period, some income and expenses may have not been recorded, taken up or updated. Hence, there is a need to update the accounts. ചില സമയങ്ങളിൽ ചില വർഷങ്ങളിൽ ഒരു വർഷത്തിൻ്റെ അവസാനം ചില എക്സ്പെൻസുകളെയോ ചില ഇൻകത്തിനെയോ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു സാധ്യത കൂടിയുണ്ട്. ആ ഒരു കേസിൽ നമ്മൾ എന്തിൻ്റെ ആവശ്യമുണ്ട്? അവിടെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആവശ്യമുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, അഡ്ജസ്റ്റ്മെൻറ്റ് ഐറ്റംസ് വിൽ ബി ജനറലി ഗിവൺ ഔട്ട്സൈഡ് ദ ട്രയൽ ബാലൻസ്. സോ ഇറ്റ് നീഡ് 2 അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഐറ്റംസ് ആർ reflected in the final accounts at 2 places to complete double entry. അതായത് എല്ലാ അഡ്ജസ്റ്റ്മെന്റ് ഐറ്റത്തിനും 2 അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. അതുപോലെ നമുക്കറിയാം ഏതൊരു ഐറ്റം റെക്കോർഡ് ചെയ്യുന്ന സമയത്തും അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു ജേണൽ എൻട്രി ഉണ്ടായിരിക്കും. ഹിയർ ഓൾസോ ഇൻ ഓർഡർ ടു എൻ്റർ ദ അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസ് ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, എവിടെയാണെങ്കിലും 2 സ്ഥലത്ത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ബേസിസ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്ലാറ്റ്ഫോം ആയിട്ട് എന്താ ആവശ്യമാണ്? ഒരു ജേണൽ എൻട്രി ആവശ്യമാണ്. അങ്ങനെ ജേണൽ എൻട്രി പാസ്ഡ് ടു റെക്കോർഡ് ഓർ ടു എൻ്റർ അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസ് ഇൻ ഫൈനൽ അക്കൗണ്ട് ഈസ് കോൾഡ് അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി ഓർ അഡ്ജസ്റ്റ്മെന്റ് ജേണൽ എൻട്രി എന്നും പറയാം. An adjusting journal entry is an entry that occurs at the end of an accounting period to record any unrecognized income or expense for the period. An adjustment journal entry is an entry that occurs at the end of an accounting period. ഒരു വർഷത്തിന്റെ അവസാനം ഉണ്ടാവുന്ന എൻട്രിയാണ് അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി. എന്തിനു വേണ്ടിയിട്ട്? ടു റെക്കോർഡ് എനി അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസ്.
To record any adjustment items. Adjustment items means any unrecognized income or expense. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യാത്ത, നമ്മൾ ഈ വർഷത്തേതല്ലാത്ത എന്തെങ്കിലും ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസുകളെ വിളിക്കുന്ന പേരാണ് അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസ്. ചുരുക്കി പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് ഐറ്റങ്ങളെ റെക്കോർഡ് ചെയ്യുന്ന ജേണൽ എൻട്രിയെ വിളിക്കുന്ന പേരാണ് അഡ്ജസ്റ്റിംഗ് ജേണൽ എൻട്രി. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന 6 അഡ്ജസ്റ്റ്മെന്റ് ഐറ്റങ്ങൾ. ഫസ്റ്റ് വൺ ക്ലോസിംഗ് സ്റ്റോക്ക്, സെക്കൻഡ് വൺ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, തേർഡ് വൺ പ്രീപെയ്ഡ് ഓർ അൺഎക്സ്പെയർഡ് എക്സ്പെൻസ്, ഫോർത്ത് വൺ അക്രൂഡ് ഇൻകം, ഫിഫ്ത്ത് വൺ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, സിക്സ്ത് വൺ ഡിപ്രീസിയേഷൻ. ഈ 6 കാര്യങ്ങളാണ് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 6 കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ 2021 വർഷത്തെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കൂടാതെ പബ്ലിക് എക്സാമിന് എസ്സേ ചോദിക്കുക പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. അപ്പോൾ 8 മാർക്കിന്റെ ചോദ്യം ഈ ചാപ്റ്റർ നിങ്ങൾക്ക് എന്തായാലും വരും. എസ്സേ ഈ പാഠത്തുനിന്നുണ്ടാവും. പക്ഷേ ഇതിന്റെ 80% നമ്മൾ പഠിച്ചത് 9th ചാപ്റ്ററിലാണ്. കാരണം പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് അതിന്റെ ചില ഒരു അപ്ഡേഷൻ മാത്രമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ കാണാം നീഡ് 2 അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. ഇത് മറക്കാൻ പാടില്ല. ട്രയൽ ബാലൻസിന്റെ പുറത്ത് ഇതിലേതെങ്കിലും ഒരു ഐറ്റം കണ്ടു കഴിഞ്ഞാൽ അതിനെ 2 സ്ഥലത്ത് റെക്കോർഡ് ചെയ്യണം. ഒന്നുകിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിൽ. അങ്ങനെ 2 സ്ഥലത്ത് നമ്മൾ ഇതിനെ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ 9th ചാപ്റ്ററിൽ തന്നെ പഠിച്ചതാണ്. ഒന്ന് പറഞ്ഞേ, എന്താ ക്ലോസിംഗ് സ്റ്റോക്കിന് എന്താ ചെയ്യേണ്ടേ? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു വർഷത്തിന്റെ അവസാനം ആ ബിസിനസ്സിലുള്ള സ്റ്റോക്കാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. Closing stock will be generally given as an adjustment item. If it is given outside the trial balance, it needed 2 accounting treatment. What are the 2 accounting treatments? Yes, in the credit side of a trading account and also in the asset side of balance sheet. നമുക്കറിയുന്ന കാര്യമാണ്, പെട്ടെന്ന് പറയാം. The term closing stock refers to cost of goods remain unsold at the end of an accounting period. എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? Cost of goods remain unsold at the end of an accounting period is called closing stock. ഒരു വർഷത്തിന്റെ അവസാനം അൺസോൾഡ് ആയിട്ട് വിൽക്കാൻ പറ്റാതെ കിടക്കുന്ന സ്റ്റോക്കിനെ വിളിക്കുന്ന പേരാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന്. അപ്പോൾ നോക്കുക, സ്റ്റോക്ക് ഓൺ 31/12/2020 ഒരു വർഷത്തിന്റെ അവസാനം, അതായത് ഇത് കലണ്ടർ ഇയർ ആണ്. 2020 ഡിസംബർ 31 നമ്മുടെ ഷോപ്പിനകത്ത് ഇത്രയും സ്റ്റോക്ക് അൺസോൾഡ് ആണ്. ഇതിന്റെ കോസ്റ്റ്, സപ്പോസ് ഇതൊരു 50,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ആ 50,000 എന്ന് പറയുന്നത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലിയർ ആയോ? ഇനി ഇതിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകൾ, അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്കറിയുന്നതാണ്. പോസ്റ്റഡ് ടു ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മളിപ്പം ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയും, പക്ഷേ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സിംഗിൾ അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് എവിടെയും കൂടെ കാണിക്കണം. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കൂടെ അതിനെ കാണിക്കണം. അതിന് പാസ് ചെയ്യുന്ന ജേണൽ എൻട്രി ഇതാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അപ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് അപ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട് ഇസ് ദ ജേണൽ എൻട്രി നീഡഡ് ഫോർ അഡ്ജസ്റ്റിംഗ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലിയർ? സെക്കൻഡ് വൺ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇനി അങ്ങോട്ടുള്ള ഈ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ക്ലോസിംഗ് സ്റ്റോക്കും ഡിപ്രീസിയേഷനും വളരെ എളുപ്പമാണ്. ബാക്കിയുള്ള 4 കാര്യങ്ങൾക്കാണ് കുട്ടികൾക്ക് അധികം സംശയം വരാറുള്ളത്. അപ്പം ലിസൺ വെരി കെയർഫുള്ളി ആൻഡ് വാച്ച് ദ ക്ലാസ് വെരി കെയർഫുള്ളി. വളരെ കൃത്യമായിട്ട് 2-3 തവണ ക്ലാസ് കണ്ട് മനസ്സിലാക്കുക. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻഡിങ്, കൊടുക്കാൻ ബാക്കിയുള്ളത്. പെൻഡിങ് എക്സ്പെൻസസ് നമ്മൾ കൊടുക്കാൻ ബാക്കിയുള്ള എക്സ്പെൻസുകൾ. എക്സ്പെൻസ് റിലേറ്റഡ് ടു എ പെർട്ടിക്കുലർ പീരിയഡ് റിമൈനിങ് അൺപെയ്ഡ് at the end of that accounting period is called outstanding expense. Expenses related to a particular period. ഒരു പ്രത്യേക കാലഘട്ടത്തിലെ എക്സ്പെൻസ് റിമൈനിങ് അൺപെയ്ഡ്, നമ്മൾ കൊടുത്തിട്ടില്ല, അൺപെയ്ഡ് ആണ്, നോട്ട് അറ്റ് ഓൾ പെയ്ഡ്. അറ്റ് ദ എൻഡ് ഓഫ് ദാറ്റ് അക്കൗണ്ടിങ് പീരിയഡ്, ആ വർഷത്തിന്റെ അവസാനം നമ്മൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല, ഈസ് കോൾഡ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാം. എക്സാമ്പിൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഇറ്റ് ഈസ് എ ലയബിലിറ്റി. ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറയുന്നത് കൊടുക്കാൻ ബാക്കിയുള്ള ശമ്പളം. ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി. ഇറ്റ് ഈസ് എ ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഇറ്റ് ഈസ് എ ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റിയാണ്
ഔട്ട്സ്റ്റാൻഡിങ് സാലറി. അതായത് ഒരു വർഷത്തിനുള്ളിൽ കൊടുക്കേണ്ട ലയബിലിറ്റിയാണ് ഔട്ട്സ്റ്റാൻഡിങ് സാലറി. അഡ്ജസ്റ്റ്മെൻറ്റുകൾ നോക്കുക. ആഡഡ് ടു ദ കൺസേൺഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെയോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയോ ഡെബിറ്റ് സൈഡിൽ ആ എക്സ്പെൻസിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് വേജസ് ആവാം, ഓർമ്മയില്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലുള്ള ഐറ്റംസ് സാലറി ആവാം, റെന്റ് ആവാം, അതൊക്കെ അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസുകൾ ട്രേഡിംഗ് അക്കൗണ്ടിലും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ അതിൽ ഏതെങ്കിലും എക്സ്പെൻസ് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ആ കൊടുക്കാൻ ബാക്കിയുള്ള എക്സ്പെൻസിനെ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെയോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയോ ഡെബിറ്റ് സൈഡിലുള്ള ആ എക്സ്പെൻസിനോട് ആഡ് ചെയ്യണം. നെക്സ്റ്റ് രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. കൂടാതെ എന്തുകൂടെ ചെയ്യണം? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കറണ്ട് ലയബിലിറ്റീസിന്റെ അണ്ടറിൽ കാണിക്കണം. കറണ്ട് ലയബിലിറ്റീസ് അണ്ടറിൽ ഇതിനെ കാണിക്കണം. എൻട്രി ഇതാണ്: എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് അക്കൗണ്ട്, എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് അക്കൗണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആവും. ഫൈനാൻഷ്യൽ ഇയർ നമുക്കറിയാം, ജനറലി ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ഫ്രം April 1st ടു March 31st. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്, ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഈ താഴെ പറയുന്ന എക്സാമ്പിളിൽ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1/4/2020 to 31/3/2021 ആണ്. 2020 ഏപ്രിൽ 1 മുതൽ 2021 മാർച്ച് 31 വരെയാണ് ഇപ്പം ഞാൻ ഇപ്പം പറയാൻ പോകുന്ന എക്സാമ്പിളിലെ ഫൈനാൻഷ്യൽ ഇയർ. മനസ്സിലായോ? എക്സാമ്പിൾ: ഓൺ 31/3/2021 വി ക്ലോസ്ഡ് അവർ അക്കൗണ്ട്സ്. മാർച്ച് 31, 2021 നമ്മൾ നമ്മുടെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തു. സാലറി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ഈസ് 50,000. 50,000 രൂപയാണ് ഈ വർഷം നമ്മൾ കൊടുത്ത സാലറി. ബട്ട് സാലറി ₹5,000 ഓഫ് മാർച്ച് 2021 ഈസ് അൺപെയ്ഡ്. ഇറ്റ് വിൽ ബി പെയ്ഡ് ഓൺ April 2021. പക്ഷേ മാർച്ച് മാസത്തിൽ ഒരു 5,000 രൂപ ശമ്പളം നമ്മൾ കൊടുക്കാൻ ബാക്കിയുണ്ട്. ഇറ്റ് ഈസ് അൺപെയ്ഡ്. നമ്മളതിൽ പൈസ ഉണ്ടായിരുന്നില്ല കമ്പനിയുടെ കയ്യിൽ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അത് ഏപ്രിൽ മാസത്തിൽ കൊടുക്കണം. പക്ഷേ മാർച്ച് 31 ഈ വർഷം കഴിഞ്ഞു. സോ ദിസ് 5,000 ഈസ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഓഫ് ദിസ് ഫൈനാൻഷ്യൽ ഇയർ. ഈ സാമ്പത്തിക വർഷത്തിലെ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറയുന്ന ഒരു എമൗണ്ട് ആണ് 5,000 രൂപ. ഈ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ട്രയൽ ബാലൻസിന്റെ താഴെ നിങ്ങൾക്ക് തരും ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 5,000 എന്ന്. അപ്പോൾ നിങ്ങൾ ഇതിനെ ചെയ്യേണ്ട 2 ട്രീറ്റ്മെന്റുകൾ: ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ത് ചെയ്യണം? ആഡ് വിത്ത് സാലറി. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയ സാലറിയുടെ കൂടെ ആഡ് ചെയ്യണം. കൂടാതെ ബാലൻസ് ഷീറ്റിൽ അതിനെ ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ അതിനെ ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം ഡെബിറ്റ് സൈഡിൽ ടു സാലറി 50,000, ടു സാലറി 50,000, ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 5,000. ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 5,000 എന്ന് പറഞ്ഞിട്ട് 55,000 നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ സാലറി എന്ന ഹെഡിൽ കാണിക്കണം. ഫസ്റ്റ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. സെക്കൻഡ് ബാലൻസ് ഷീറ്റിനകത്ത് ലയബിലിറ്റി സൈഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറഞ്ഞിട്ട് 5,000 rupees കൂടെ കാണിക്കണം. 5,000 rupees കൂടെ കാണിക്കണം. ജേണൽ എൻട്രി ഇതാണ് വരിക: സാലറി അക്കൗണ്ട് അപ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി അക്കൗണ്ട്, സാലറി അക്കൗണ്ട് അപ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി അക്കൗണ്ട്. ഇതിന്റെ റീസൺ എന്താ? സാലറി എന്ന് പറയുന്നത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കൂടുന്നു, സാലറി എന്ന എക്സ്പെൻസ് കൂടുന്നു. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി ഈസ് എ ലയബിലിറ്റി. ലയബിലിറ്റി സൈഡിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ലയബിലിറ്റി കൂടുന്നു, ലയബിലിറ്റി ഇൻക്രീസസ്. When liability increases, the rule is credit. When expense increases, the rule is debit. So entry will be salary account to outstanding salary. Suppose if it is wages, അത് wages ആണെങ്കിൽ എന്താണ് എൻട്രി വരിക? Wages account to outstanding wages. Suppose if it is rent, outstanding rent, what will be the journal entry? Rent account to outstanding rent account. അപ്പോൾ അതാണ് ജനറൽ ആയിട്ട് പറഞ്ഞത്. എൻട്രി എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെൻസ് അക്കൗണ്ട് അപ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് എന്ന് ജനറൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് എക്സാമ്പിൾ വരുമ്പോൾ സാലറി അക്കൗണ്ട് അപ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറയുക. ഓക്കെ, അടുത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. അടുത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. നിങ്ങളുടെ കയ്യിലൊക്കെ സിം ഉണ്ട്. നിങ്ങൾ സിമ്മിൽ നിങ്ങളുടെ കയ്യിലുള്ളത് പ്രീപെയ്ഡ് സിമ്മാണോ പോസ്റ്റ് പെയ്ഡ് സിമ്മാണോ? ഏത് സിമ്മാ? പ്രീപെയ്ഡ് ആണ് ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നത്.
പ്രീപെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടല്ല ഇപ്പോഴും പോസ്റ്റ് പെയ്ഡ് ഉണ്ട്. നമ്മുടെ മന്ത്ലി ബില്ല് വരുന്ന സിസ്റ്റമാണ് പോസ്റ്റ് പെയ്ഡ്. യൂസ് ചെയ്തിട്ട് പിന്നീട് പൈസ കൊടുത്താൽ മതി. പക്ഷേ പ്രീപെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മാസത്തേക്ക് ഒരു 300 രൂപ റീചാർജ് ചെയ്ത്, അല്ലെങ്കിൽ 100 രൂപ നമ്മുടെ മൊബൈൽ നമ്പറിൽ ടോപ്പ് അപ്പ് റീചാർജ് ചെയ്തു. അപ്പോൾ എൻ്റെ പോക്കറ്റിലുള്ള 100 രൂപ എൻ്റെ സിമ്മിലേക്ക് കയറി. അപ്പോൾ ഒരു മാസത്തേക്കുള്ള പൈസ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. ആ 100 രൂപ എന്ന് പറയുന്നത് എൻ്റെ ഒരു അസറ്റാണ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്, മുൻകൂട്ടി കൊടുക്കുന്ന എക്സ്പെൻസുകൾ. നേരത്തെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസ്. അടുത്ത കൊല്ലത്തെ പൈസ ഇപ്പോഴേ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ്. പ്രീപെയ്ഡ് ഓർ അൺഎക്സ്പയർഡ് എക്സ്പെൻസസ്, സാധാരണ പരീക്ഷയ്ക്ക് പ്രീപെയ്ഡ് തന്നെ വരിക, അതിന്റെ മറ്റൊരു പേരാണ് അൺഎക്സ്പയർഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് ഓർ അൺഎക്സ്പയർഡ് എക്സ്പെൻസസ് ആർ future expenses that are paid in advance, whose benefit will be available in the next accounting year. Prepaid or unexpired expenses are future expenses that are paid in advance. നമ്മൾ മുൻകൂട്ടി പേ ചെയ്യുന്ന ഫ്യൂച്ചർ എക്സ്പെൻസുകളെ വിളിക്കുന്ന പേരാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന്. ഹൂസ് ബെനിഫിറ്റ് വിൽ ബി അവൈലബിൾ ഇൻ ദ നെക്സ്റ്റ് അക്കൗണ്ടിങ് ഇയേഴ്സ്. ഇതിന്റെ ബെനിഫിറ്റ് നമ്മൾക്ക് കിട്ടുക വരുന്ന വർഷങ്ങളിലാണ്. എക്സാമ്പിൾ പ്രീപെയ്ഡ് ഇൻഷുറൻസ്, പ്രീപെയ്ഡ് റെന്റ്, ഇതൊക്കെ പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ എക്സാമ്പിളാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു കറണ്ട് അസറ്റാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഈസ് എ കറണ്ട് അസറ്റ്. മനസ്സിലായിട്ടുണ്ടാവില്ല, എക്സാമ്പിൾ നോക്കാം. ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റുകൾ ആദ്യം നമുക്ക് എക്സാമ്പിളിലേക്ക് പോകുന്നതിന് മുമ്പേ ഇത് എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺഡ് എക്സ്പെൻസ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രീപെയ്ഡ് എക്സ്പെൻസ് തന്നിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസ് ഉണ്ടാവുക ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലോ ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഇഫ് പ്രീപെയ്ഡ് എക്സ്പെൻസ് is given in the question as an adjustment item, definitely the same should be deducted from the concerned expense from trading account or from profit and loss account. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളുടെ മുമ്പിൽ ട്രേഡിംഗ് അക്കൗണ്ടിന്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെയും ബാലൻസ് ഷീറ്റിന്റെയും ഫോർമാറ്റ് ഉണ്ടായിരിക്കണം. അത് എവിടെയാണ് ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് അതൊക്കെ കൃത്യമായിട്ട് അറിയണം. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ എക്സ്പെൻസിൽ നിന്നും കുറക്കണം. രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് ഇതാണ്, ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. എന്തുകൂടെ ചെയ്യണം, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണം. എൻട്രി വരിക ഇതാണ്, പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അപ്റ്റഡ് ടു എക്സ്പെൻസ് അക്കൗണ്ട്, പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അപ്റ്റഡ് ടു കൺസേൺഡ് എക്സ്പെൻസ് അക്കൗണ്ട്. ജനറൽ ആയിട്ടുള്ള എൻട്രി ആണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് അപ്റ്റഡ് ടു കൺസേൺഡ് എക്സ്പെൻസ് അക്കൗണ്ട്. എക്സാമ്പിളിലേക്ക് പോവാം. ഓൺ 31/3/2021 വി ക്ലോസ്ഡ് അവർ അക്കൗണ്ട്സ്. 31/3/2021 നമ്മൾ നമ്മുടെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്തു. ബട്ട് ഇൻഷുറൻസ് പ്രീമിയം ഫോർ ദ മന്ത് ഓഫ് April 2021 and May 2021 rupees 6,000 is paid on March 2021. എന്താണ്, നമ്മൾ മാർച്ച് 31 അക്കൗണ്ട് ക്ലോസ് ചെയ്തു, പക്ഷേ ഏപ്രിൽ മാസത്തിലെയും മെയ് മാസത്തിലെയും ഇൻഷുറൻസ് പ്രീമിയം ആയിട്ടുള്ള 6,000 രൂപ നമ്മൾ മാർച്ചിൽ അടച്ചു. കാരണം നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം 3 മാസമൊക്കെ കൂടുമ്പോഴാണ് അടക്കാറുള്ളത്. അപ്പൊ മാർച്ചിൽ പോകുന്ന സമയത്ത് അവർ പറഞ്ഞു 3 മാസത്തേത് അടക്കാം, നമ്മൾ പിന്നെ എന്താണ് 3 മാസത്തേക്കാണ് അടക്കുന്നതെങ്കിൽ മാർച്ചിൽ ഡ്യൂ ആയി. അപ്പൊ മാർച്ചിൽ നമ്മൾ അടച്ച പൈസയോട് കൂടി 6,000 രൂപ, അതായത് ടോട്ടൽ 9,000 നമ്മൾ പേ ചെയ്തു. അതിൽ 6,000 എന്ന് പറയുന്നത് ഏപ്രിലെയും മെയ് മാസത്തിലെയും പൈസയാണ്. ഇത് 2020-21 ഫൈനാൻഷ്യൽ ഇയറിലെ എക്സ്പെൻസ് അല്ല, 2021-22 ഫൈനാൻഷ്യൽ ഇയറിലെ എക്സ്പെൻസ് ആണ്. അപ്പൊ ഇങ്ങനൊരു എക്സ്പെൻസിനെ വിളിക്കുന്ന പേരാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഈ കേസിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ആണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ഫ്രം ഇൻഷുറൻസ്. ഇൻഷുറൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലുള്ള ഇൻഷുറൻസ് പ്രീമിയം എന്ന എമൗണ്ടിൽ നിന്നും ഈ എമൗണ്ടിനെ ലെസ് ചെയ്യണം. കൂടാതെ ബാലൻസ് ഷീറ്റിൽ എന്തായിട്ട് കാണിക്കണം, കറണ്ട് അസറ്റ് ആയിട്ട് നമ്മൾ കാണിക്കുക വേണം. ഇതാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് എഴുതുക. ഞാൻ അവിടെ മുകളിൽ എമൗണ്ട് കൃത്യമായി പറയാത്തതുകൊണ്ട് ഇൻറ്റു മാർക്ക് കിട്ടുന്നേ ഉള്ളൂ. ടോട്ടൽ ഇൻഷുറൻസ് എമൗണ്ട് എഴുതുക, ലെസ് പ്രീപെയ്ഡ്. പ്രീപെയ്ഡ് എന്ത് ചെയ്യുക, ലെസ് ചെയ്യുക 6,000. നെറ്റ് എമൗണ്ട് എന്ത് ചെയ്യുക, ഔട്ടർ കോളത്തിൽ എഴുതുക. അതുപോലെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ട് 6,000 എഴുതുക. അസറ്റ് സൈഡിൽ പ്രീപെയ്ഡ് ഇൻഷുറൻസ് എന്ന് എഴുതുക. അതുപോലെ ഇതിന്റെ ജേണൽ എൻട്രി എന്തായിരിക്കും വരിക, എൻട്രി എന്തായിരിക്കും, പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഇൻഷുറൻസ് അക്കൗണ്ട്, പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഇൻഷുറൻസ് അക്കൗണ്ട്. എന്തുകൊണ്ടാണ് പ്രീപെയ്ഡ് ഇൻഷുറൻസിനെ ഡെബിറ്റ് ചെയ്തത്, അസറ്റ് കൂടുന്നു. ടു ഇൻഷുറൻസ് അക്കൗണ്ട്, ഇൻഷുറൻസ് അക്കൗണ്ടിന് എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്തത്, എക്സ്പെൻസ് കുറയുന്നു. നമ്മൾ ടോട്ടൽ പേ ചെയ്ത എക്സ്പെൻസ് വരുന്നില്ല, അതിൽ നിന്ന് കുറച്ച് കുറയുന്നുണ്ട്, ലെസ് ആവുന്നുണ്ട് ഇൻഷുറൻസ് എക്സ്പെൻസ്. അപ്പോൾ ആ എൻട്രി വരുന്നത്
പ്രീപെയ്ഡ് ഇൻഷുറൻസ് അക്കൗണ്ട് അപ് ടു ഇൻഷുറൻസ് അക്കൗണ്ട്. ആ സ്ക്രീനിൽ കാണിച്ചില്ല എന്നേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ. നെക്സ്റ്റ് ഫോർത്ത് വൺ, അക്രൂഡ് ഇൻകം ഓർ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം ഓർ ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. അക്രൂഡ് ഇൻകം, സാധാരണ പരീക്ഷയ്ക്ക് അക്രൂഡ് ഇൻകം എന്ന് തന്നെയാണ് തരാറുള്ളത്, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം എന്നും തരാം. അക്രൂഡ് ഇൻകം ഓർ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് പഠിച്ചില്ലേ? ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് പഠിച്ചില്ലേ? എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്? കറണ്ട് ലയബിലിറ്റി ആണ്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേര് അക്രൂഡ് എക്സ്പെൻസ് എന്നാണ്. അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇവിടെ നമ്മൾ പഠിക്കുന്നത് അക്രൂഡ് ഇൻകം ആണ്. അതായത് ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻകം, കിട്ടാൻ ബാക്കിയുള്ള ഇൻകം. An income which has been earned but not received during the accounting year is called accrued income. An income which has been earned, നമ്മൾ ഏൺ ചെയ്തു, നമുക്ക് കിട്ടാനായി, പക്ഷെ കിട്ടിയില്ല. ബട്ട് നോട്ട് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ അക്കൗണ്ടിങ് ഇയർ ഈസ് കോൾഡ് അക്രൂഡ് ഇൻകം. ഇവിടെ ഒരു ഇയർ ഉണ്ട്, അത് മിസ്സിംഗ് ആണ്, അത് ആഡ് ചെയ്യുക. അക്കൗണ്ടിങ് ഇയർ ഈസ് കോൾഡ് അക്രൂഡ് ഇൻകം. എക്സാമ്പിൾ, റെന്റ് ഡ്യൂറിംഗ് എൻ ഇയർ ഈസ് നോട്ട് റിസീവ്ഡ്. ഒരു വർഷം നമുക്ക് കിട്ടാനുള്ള റെന്റ്, നമുക്ക് ബിൽഡിംഗ് ഉണ്ടായിരുന്നു, നമ്മളത് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിന്റെ വാടക കിട്ടിയില്ല. ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് ഒക്കെ ആയി, പക്ഷെ കിട്ടിയിട്ടില്ല. അത് ഈ വർഷം കിട്ടേണ്ട വരുമാനമാണ്, പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. ദിസ് ഈസ് എ കറണ്ട് അസറ്റ്. ഇത് കമ്പനിയുടെ കറണ്ട് അസറ്റ് ആണ്. ഇതിന് എന്ത് ചെയ്യണമെന്ന് നോക്കാം. അഡ്ജസ്റ്റ്മെന്റ്. ആഡഡ് ടു ദ കൺസേൺഡ് ഇൻകം ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. സാധാരണ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഉണ്ടാവാറുള്ളത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ സെയിൽസ് മാത്രമാണ് വരുന്നത്, നമുക്കറിയാം. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ ട്രേഡിംഗ് ആൻഡ് P&L അക്കൗണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? ആഡഡ് ടു ദ കൺസേൺ ഇൻകം. എവിടെയാണ് വരിക? ട്രേഡിംഗ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഇൻകം ആഡ് ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിലാണെങ്കിൽ ഡയറക്റ്റ് ഇൻകവും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് ഇൻകവും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള ഹെഡിനോട് ഇത് ആഡ് ചെയ്യണം. ഷോൺ ആസ് കറണ്ട് അസറ്റ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റ് ആയിട്ട് കാണിക്കണം. എൻട്രി വരുന്നത് അക്രൂഡ് ഇൻകം അക്കൗണ്ട് അപ് ടു കൺസേൺഡ് ഇൻകം അക്കൗണ്ട്. അക്രൂഡ് ഇൻകം അക്കൗണ്ട് അപ് ടു കൺസേൺഡ് ഇൻകം അക്കൗണ്ട്. എക്സാമ്പിൾ വന്ന് പറയാം. എക്സാമ്പിൾ നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് റിസീവ്ഡ് ആസ് പെർ ട്രയൽ ബാലൻസ് ഡ്യൂറിംഗ് ദ അക്കൗണ്ടിംഗ് ഇയർ 2020 amounts to ₹5,000. ഈ ട്രയൽ ബാലൻസ് പ്രകാരം നമുക്ക് ഈ വർഷം കിട്ടിയ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതിന് കിട്ടിയ പലിശ 5,000 രൂപയാണ്. ഓൺ ക്ലോസിംഗ് ഡേറ്റ് ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് അമൗണ്ട്സ് ടു 1,500. 5,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടി, പക്ഷെ ക്ലോസിംഗ് ഡേറ്റിൽ 1,500 രൂപ അക്രൂഡ് ആണ്. നമുക്ക് റെഡി, അത് ഏൺ കിട്ടിയിട്ട്, അതായത് നമ്മുടെ ഇൻകം ആയിട്ട് വന്നു, പക്ഷെ നമുക്ക് കിട്ടിയിട്ടില്ല. ഓൺ ക്ലോസിംഗ് ഡേറ്റ് interest accrued on investment amounts to ₹1,500. In this case, this is called accrued interest. Accrued interest or outstanding interest, കിട്ടാൻ ബാക്കിയുള്ള പലിശ. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് കിട്ടിയിട്ടുണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകം. ഇൻഡയറക്റ്റ് ഇൻകം ആണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. അപ്പോൾ 5,000 രൂപ ട്രയൽ ബാലൻസ് പ്രകാരം കിട്ടിയിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റിൽ പറയുന്ന 1,500 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ അക്രൂഡ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻട്രസ്റ്റ് ആയിട്ട് 1,500 ചോദ്യത്തിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് വിത്ത് ഇൻട്രസ്റ്റ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ഇൻട്രസ്റ്റ് എന്ന ഇൻഡയറക്റ്റ് ഇൻകത്തിനോട് ഈ എമൗണ്ടിനെ ആഡ് ചെയ്യുക. കൂടാതെ കറണ്ട് അസറ്റ് ആയിട്ട് കാണിക്കുക. ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റ് ആയിട്ട് കാണിക്കുക. ഇതാ നോക്കുക. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് 5,000. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് 5,000. ട്രയൽ ബാലൻസസ് എന്ന എമൗണ്ട്. ആഡ് അക്രൂഡ് ഇൻട്രസ്റ്റ്. 1,500. 1,500 കിട്ടാനുണ്ട്. ടോട്ടൽ എമൗണ്ട് 6,500 എന്ന ഔട്ടർ കോളത്തിൽ എഴുതണം. കൂടാതെ ബാലൻസ് ഷീറ്റിൽ അക്രൂഡ് ഇൻട്രസ്റ്റിനെ കറണ്ട് അസറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ അക്രൂഡ് ഇൻട്രസ്റ്റിനെ കറണ്ട് അസറ്റ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം. എൻട്രി വരുന്നത് അക്രൂഡ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് അപ്റ്റർ ടു ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. ഇവിടെ അക്രൂഡ് ഇൻട്രസ്റ്റിനെ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം അസറ്റ് ഇൻക്രീസസ്. അസറ്റ് ഇൻക്രീസസ് സമയത്ത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആയിട്ട് കാണിച്ചു. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞതിനെ ക്രെഡിറ്റ് ചെയ്യാനുള്ള റീസൺ, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന ഇൻകം വർദ്ധിക്കുന്നു. ഇൻകം ഇൻക്രീസസ് 1,500 വെച്ച് വർദ്ധിക്കുന്നു. വെൻ ഇൻകം ഇൻക്രീസസ് ദ റൂൾ ഈസ് ക്രെഡിറ്റ്. എൻട്രി എന്താണ്?
accrued interest account debtor to interest on investment. ഇനി if it is accrued rent, കിട്ടാൻ ബാക്കിയുള്ള റെന്റ് ആണെങ്കിൽ എൻട്രി വരിക accrued rent account debtor to rent received account. അത് നമ്മൾ എൻട്രി പാസ് ആക്കണം. അപ്പോൾ കൺസേൺഡ് ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്യുക, accrued ഇൻട്രസ്റ്റിനെ ഡെബിറ്റ് ചെയ്യുക. ക്ലിയർ? മനസ്സിലായില്ലേ? രണ്ട് ട്രീറ്റ്മെന്റ് ഏതൊക്കെയാണ്? ശരിക്കും കാണുക, 2-3 തവണ ക്ലാസ് കാണുക, എന്നാലേ മനസ്സിലാവുള്ളൂ. ഫിഫ്ത്ത് വൺ, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അൺഏൺഡ് ഇൻകം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അഡ്വാൻസ് ആയിട്ട് കിട്ടിയ ഇൻകം. ഇതിന്റെ മറ്റൊരു പേര് അൺഏൺഡ് ഇൻകം എന്നാണ്. അൺഏൺഡ് ഇൻകം. It means those income which have been received during the current year, but it is actually related to the next accounting year. ഈ വർഷം കിട്ടിയ വരുമാനമാണ്, നമുക്ക് ഈ വർഷം കിട്ടി, പക്ഷെ അത് ഈ വർഷത്തെ വരുമാനമല്ല, അടുത്ത കൊല്ലത്തെ ഇൻകം ഈ വർഷം കിട്ടിയതാണ്. ഇൻകം പേര് തന്നെ ക്ലിയർ ആണ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അടുത്ത കൊല്ലത്തെ പൈസ ഇപ്പോഴേ കിട്ടി, ഇത് ലയബിലിറ്റി ആണ്. ദിസ് ഈസ് എ കറണ്ട് ലയബിലിറ്റി. ഇത് കമ്പനിയുടെ ഒരു കറണ്ട് ലയബിലിറ്റി ആണ്. അഡ്ജസ്റ്റ്മെന്റുകൾ നോക്കുക. ഡിഡക്റ്റഡ് ഫ്രം ദ കൺസേൺഡ് ഇൻകം ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പൊ ഈ വർഷത്തെ വരുമാനമല്ലാതെ അടുത്ത വർഷത്തെ വരുമാനം നമുക്ക് ഇപ്പോഴേ കിട്ടിക്കഴിഞ്ഞാൽ ആ വരുമാനത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യണം. രണ്ടാമത്തത് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റീസ് സൈഡിൽ കാണിക്കുക വേണം. എൻട്രി വരിക concerned income account debtor to income received in advance account. Concerned income account debtor to income received in advance account. Example നോക്കാം. Commission received during the current year amounts to rupees 4,000. Half of the amount is in respect of services to be rendered in the next year. Commission received indirect income. ഒരു വർഷത്തെ കമ്മീഷൻ റിസീവ്ഡ് 4,000 ആണ്. എന്നിട്ട് നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹാഫ് ഓഫ് ദ എമൗണ്ട് ഈസ് ഇൻ റെസ്പെക്ട് ഓഫ് സർവീസസ് ടു ബി റെൻഡേർഡ് ഇൻ ദ നെക്സ്റ്റ് ഇയർ. ഇതിൽ 2,000 രൂപ അടുത്ത കൊല്ലത്തെ സർവീസിന്റെ, നെക്സ്റ്റ് ഇയറിലെ സർവീസിന്റെ കമ്മീഷൻ നമുക്ക് ഈ വർഷം കിട്ടിയതാണ്. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേര് കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്നതാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ലെസ് ഫ്രം കമ്മീഷൻ റിസീവ്ഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ കമ്മീഷൻ റിസീവ്ഡ് എന്ന ഇൻഡയറക്റ്റ് ഇൻകത്തിൽ നിന്നും കുറക്കണം, ലെസ് ചെയ്യണം. ഷോ ആസ് കറണ്ട് ലയബിലിറ്റി ഇൻ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ കറണ്ട് ലയബിലിറ്റി ആയിട്ട് കാണിക്കുക കൂടെ വേണം. ഇതാ കമ്മീഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കമ്മീഷൻ റിസീവ്ഡ് 4,000, 4,000 രൂപ കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്. ലെസ് കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. അടുത്ത കൊല്ലത്തെ 2,000 രൂപ കുറക്കണം. 2,000 കുറച്ചിട്ട് നെറ്റ് എമൗണ്ട് ആണ് ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. കൂടാതെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആണ്. ഇത് നമ്മുടെ ഈ വർഷത്തെ വരുമാനമല്ല, നമ്മുടെ ഒരു ബാധ്യതയാണ്. അത് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുക. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് ഒരു കറണ്ട് ലയബിലിറ്റീസിന്റെ അണ്ടറിൽ കൊടുത്തിട്ട് ആ 2,000 റുപ്പീസ് ഔട്ടർ കോളത്ത് എമൗണ്ട് കോളത്തിൽ എഴുതുക. എൻട്രി വരുന്നത് കമ്മീഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇവിടെ കമ്മീഷൻ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യാനുള്ള കാരണം ഇൻകം ഡിക്രീസസ്. നമ്മുടെ കമ്മീഷൻ എന്ന ഇൻഡയറക്റ്റ് ഇൻകം കുറയുന്നു. വെൻ ഇൻകം ഡിക്രീസസ് ദ റൂൾ ഈസ് ഡെബിറ്റ്. കമ്മീഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസിനെ ക്രെഡിറ്റ് ചെയ്യാനുള്ള റീസൺ എന്താ? ലയബിലിറ്റി ഇൻക്രീസസ്. നമ്മുടെ ലയബിലിറ്റി വർദ്ധിക്കുന്നു. വെൻ ലയബിലിറ്റി ഇൻക്രീസസ് ദ റൂൾ ഈസ് ക്രെഡിറ്റ്. അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക ഓരോ ഐറ്റത്തിനെയും എന്ത് ചെയ്യണമെന്ന്. ലാസ്റ്റ് വൺ ഡിപ്രീസിയേഷൻ. ആറാമത്തത് ഡിപ്രീസിയേഷൻ. ഇത് വളരെ എളുപ്പമാണ്. ഡിപ്രീസിയേഷൻ ബ്രാക്കറ്റിനകത്ത് കാണാം ഇഫ് ഗിവൺ ആസ് എൻ അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് തന്നാലാണ്. നമ്മൾ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ഡിപ്രീസിയേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ട്രയൽ ബാലൻസിൽ ഡിപ്രീസിയേഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. അത് ട്രയൽ ബാലൻസിനകത്ത് തന്നു കഴിഞ്ഞാൽ ഇഫ് ഡിപ്രീസിയേഷൻ ഇസ് ഗിവൺ ഔട്ട്സൈഡ് ദ ട്രയൽ ബാലൻസ് ഇറ്റ് ഈസ് എൻ അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം. ഈ ഡിപ്രീസിയേഷൻ എമൗണ്ട് ട്രയൽ ബാലൻസിന്റെ പുറത്താണ് തന്നതെങ്കിൽ അതൊരു അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം ആണ്. അതിനെ 2 സ്ഥലത്ത് റെക്കോർഡ് ചെയ്യണം. Depreciation is the decrease in the value of assets on account of wear and tear and passage of time. കണ്ടിന്യൂസ് യൂസേജ് കൊണ്ടോ അല്ലെങ്കിൽ സമയം പാസേജ് ഓഫ് ടൈം കൊണ്ടോ ഒരു അസറ്റിന്റെ വാല്യൂ ഡിപ്രീഷിയേറ്റ് അല്ലെങ്കിൽ അതിന്റെ വാല്യൂ കുറഞ്ഞു വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിപ്രീസിയേഷൻ എന്ന്. ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ആസ് എൻ അഡ്ജസ്റ്റ്മെന്റ് ഇറ്റ് നീഡ് 2 അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ്. ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് P&L അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ എന്ന ഒരു സെപ്പറേറ്റ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക. ഡിഡക്റ്റഡ് ഫ്രം ദ വാല്യൂ ഓഫ് അസറ്റ്സ് ഇൻ ബാലൻസ് ഷീറ്റ്. കൂടാതെ ബാലൻസ് ഷീറ്റിൽ
ആ അസറ്റിൻ്റെ വാല്യൂവിൽ നിന്ന് കുറക്കുക കൂടെ ചെയ്യുക. അഡ്ജസ്റ്റിംഗ് എൻട്രി വരുന്നത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു കൺസേൺഡ് അസറ്റ് അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു കൺസേൺഡ് അസറ്റ് അക്കൗണ്ട്. If depreciation is given in the trial balance, it is taken only on the debit side of the profit and loss account. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡിപ്രീസിയേഷൻ എന്തായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ട്രയൽ ബാലൻസിനകത്താണ് തന്നതെങ്കിൽ അതിനൊറ്റൊരു ട്രീറ്റ്മെൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ മാത്രം കാണിക്കുക. ട്രയൽ ബാലൻസിന് പുറത്ത് തന്നാലാണ് ഈ രണ്ട് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ളത്. എന്തൊക്കെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ ആ അസറ്റിൻ്റെ വാല്യൂ ഒന്നും മൈനസ് ചെയ്യുക. എക്സാമ്പിൾ നോക്കാം. മെഷീനറി ഫോർ 1 lakh. മെഷീനറി വാല്യൂ 1 lakh, 10% ഈസ് എ റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. 1,00,000 രൂപയുടെ മെഷീനറി 10% ഡിപ്രീസിയേഷൻ എന്ന് താഴെ തന്നിട്ടുണ്ട്, ട്രയൽ ബാലൻസിന്റെ താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ 1 lakhന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 ഡിപ്രീസിയേഷൻ ആണ്. അപ്പോൾ ഈ വാല്യൂ ആണ് ഡിപ്രീസിയേഷൻ. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ 10,000നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. അതുപോലെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ മെഷീനറിയിൽ നിന്നും കുറക്കുക. നോക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേഷൻ മെഷീനറി എന്ന് പറഞ്ഞിട്ട് 10,000 എഴുതുക. ബാലൻസ് ഷീറ്റിൽ മെഷീനറിയുടെ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതുക 1 lakh. ലെസ് ഡിപ്രീസിയേഷൻ, കാരണം അതിന്റെ വാല്യൂ കുറഞ്ഞു, 10,000 കുറഞ്ഞു. ലെസ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 10,000 കുറച്ചിട്ട് 90,000 ഔട്ടർ കോളത്തിൽ എഴുതുക. ഇങ്ങനെയാണ് ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ടെങ്കിൽ, ഔട്ട്സൈഡ് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 6 പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെന്റുകളാണ് പഠിച്ചത്. വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ട് നേരിട്ടേക്കാം. 2-3 തവണ ക്ലാസ് കാണുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.